ദൈവകരുണയുടെ പ്രവാചകയും പ്രേക്ഷിതയുമായിരുന്ന വിശുദ്ധ ഫൗസ്റ്റീന പോളണ്ടിലെ ഗ്ലോഗേവിസിൽ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചു. 7-ാം വയസ്സിൽ തന്നെ കർത്താവുമായുള്ള ആത്മബന്ധത്തിലേക്കുള്ള തൻ്റെ വിളി തിരിച്ചറിഞ്ഞ ഫൗസ്റ്റീന 15-ാം വയസ്സിൽ തൻ്റെ മാതാപിതാക്കളെ സഹായിക്കുന്നതിനായി വീട്ടുജോലിക്ക് പോയി തുടങ്ങി. ഒരിക്കൽ ഒരു നൃത്താഘോഷത്തിൽ പങ്കെടുക്കവേ അവൾക്ക് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ദർശനം ഉണ്ടാവുകയും എത്രനാൾ നീ എന്നെ അവഗണിക്കും എന്ന് കർത്താവിൻ്റെ സ്വരം അവൾ ശ്രവിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ മണവാട്ടിയായി മഠത്തിൽ പ്രവേശിക്കാനുള്ള ഉൾവിളി തീക്ഷ്ണമായതോടെ ഒരു ദിവസം അവൾ മറ്റൊന്നും ചിന്തിക്കാതെ വാഴ്സോയിലേക്ക് ട്രെയിൻ കയറി. നിരവധി മഠങ്ങളിൽ അവൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയും ഒടുവിൽ കാരുണ്യമാതാവിൻ്റെ മഠത്തിൽ അവൾക്ക് പ്രവേശനം അനുവദിക്കപ്പെടുകയുമായിരുന്നു. 1926 ഏപ്രിൽ 30 ഹെലേന എന്ന പേര് ഉപേക്ഷിച്ച് ഫൗസ്റ്റീന എന്ന പേരിൽ അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. 1931 ഫെബ്രുവരി 22 ഫൗസ്റ്റീനയ്ക്ക് ദൈവകരുണയുടെ വെളിപ്പാടുകൾ ലഭിക്കാൻ ആരംഭിച്ചു. 2 പ്രകാശധാരകൾ ബഹിർഗമിച്ചുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ച് പ്രത്യക്ഷനായ യേശുനാഥൻ അവളോട് കരുണയുടെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെടുകയും കരുണയുടെ തിരുനാൾ ആചരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങളും സ്വർഗനരക ദർശനങ്ങളും ദൈവകരുണയുടെ സന്ദേശങ്ങളും അവൾക്ക് വെളിപ്പെടുത്തപ്പെട്ടു. മാനസികവും ആത്മീയവുമായ വിവിധ പരീക്ഷണങ്ങളെയും സഹനങ്ങളെയും അതിജീവിച്ച് സ്വയം കർത്താവിൻ്റെ ബലിയാത്മാവായി സമർപ്പിച്ച ഫൗസ്റ്റീനയിലൂടെ കരുണയുടെ ജപമാലയും കരുണയുടെ ചിത്രവും ലോകമെമ്പാടും അറിഞ്ഞു. ആത്മാക്കളുടെ രക്ഷയ്ക്കായി സ്വയം സമർപ്പിച്ചും ദൈവകരുണയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ ഒരുക്കിയ ആ പുണ്യാത്മാവ് 1938 ഒക്ടോബർ 5 33-ാം വയസ്സിൽ തൻ്റെ ദിവ്യനാഥനിൽ എന്നേക്കുമായി നിദ്ര പൂണ്ടു.